Hi students, welcome to our new class. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന 7 ടൂൾസ് ഓഫ് അനാലിസിസ് ആയിരുന്നു. അതിൽ 2 ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കൺട്രോൾ ചാർട്ടുകളും അതേപോലെ തന്നെ പാരറ്റോ അനാലിസിസും. ഇനി മൂന്നാമത്തെ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഇഷികാവ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇഷികാവ ഡയഗ്രാം ഡെവലപ്പ് ചെയ്തത് കൗരോ ഇഷികാവ ആയിരുന്നു. 1960s കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷറിംഗ് ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സസ് ഇൻ ദ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി. ഒരു ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ അവിടുത്തെ കൺട്രോൾ പ്രോസസ്സ്, ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ഡയഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം. ഈ ഒരു ഡയഗ്രത്തിൻ്റെ പ്രത്യേകത ഒരു മീനിൻ്റെ മുള്ളു പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അതായത് ഫിഷ് ബോൺ ഡയഗ്രാം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഹെറിംഗ് ബോൺ ഡയഗ്രാം എന്നറിയാം, കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം ഓർ ഫിഷി കവ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും പേരുകളിലാണ് ഈ ഒരു ഡയഗ്രാം അറിയപ്പെടുന്നത്. കാരണം ഇത് ഏകദേശം ഒരു ഫിഷിൻ്റെ സ്കെൽട്ടൺ എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക. വിത്ത് ദ റിബ്സ്, അതേപോലെ മുള്ളുകളും, അത് റെപ്രസെൻറ്റിങ് കോസസ് ഓഫ് ആൻ ഈവൻറ്റ് ആൻഡ് ദ ഫൈനൽ ഔട്ട്കം അപ്പിയറിംഗ് അറ്റ് ദ ഹെഡ് ഓഫ് ദ സ്കെൽട്ടൺ. അപ്പോൾ ഇതിൽ ആ ഓരോ റിബുകളിലും റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടുത്തെ ആ കോസസും അതേപോലെ ഈവൻറ്റും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എവിടെ കാണുക, ഹെഡിൽ, ആ സ്കെൽട്ടൻ്റെ ഹെഡിലായിരിക്കും കാണുക. Purpose of Ishikawa diagram is to allow management to determine which issues have to be addressed in order to gain or avoid a particular event. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് കൃത്യമായിട്ട് ഉള്ള ഇഷ്യൂസ് ഏതാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും അതുവഴി അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഈവൻറ്റിനെ അവോയ്ഡ് ചെയ്യാനോ സാധിക്കും. ഈ ഇഷികാവ ഡയഗ്രത്തിൻ്റെ സ്റ്റെപ്സ് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. എന്താണോ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആ എക്സാക്റ്റ് പ്രോബ്ലം എന്താണ് മാനേജർ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിൽ ഉൾപ്പെടുന്ന ആളുകൾ, എന്താണ് പ്രോബ്ലം, എപ്പോഴാണ് അത് ഒക്കർ ചെയ്യുന്നത്, എവിടെയാണോ ഒക്കർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അതിനുശേഷം ദെൻ റൈറ്റ് ദ പ്രോബ്ലം ഇൻ എ ബോക്സ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് എ ലാർജ് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ എഴുതുന്നു. ആൻഡ് ഡ്രോ എ ലൈൻ അക്രോസ് ദ പേപ്പർ ഹൊറിസോണ്ടലി. ആ പ്രോബ്ലം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോക്സിൽ ഒരു ലൈൻ ഹൊറിസോണ്ടലായിട്ട് ആ ബോക്സിനുള്ളിൽ നമ്മൾ വരയ്ക്കാം. ദിസ് അറേഞ്ച്മെൻറ്റ് ലുക്കിംഗ് ലൈക്ക് ദ ഹെഡ് ആൻഡ് സ്പൈൻ ഓഫ് എ ഫിഷ്. അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീനിനെ നമ്മൾ വരയ്ക്കുമ്പം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, അതേപോലെയാണ് തോന്നുക. ഗിവ്സ് ദ സ്പേസ് ടു ഡെവലപ്പ് ഫർദർ ഐഡിയാസ്. പിന്നെ കുറച്ച് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസും അവിടെ വിടുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ചിത്രം ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന വർക്കൗട്ട് ദ മേജർ ഫാക്ടേഴ്സ് ഇൻവോൾവ്. ഇനി ഇതിൽ തന്നെ നമ്മൾ നോക്കുന്നത് ഇതിൽ ഏറ്റവും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതാണ് ഈ പ്രോബ്ലത്തിൻ്റെ മെയിൻ പാർട്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ അവിടുത്തെ സിസ്റ്റം ആയിരിക്കാം, എക്യുപ്മെൻ്റ് ആയിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം, എക്സ്റ്റേണൽ ഫോഴ്സസോ പീപ്പിളോ ഒക്കെ ആയിരിക്കാം അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ട്രൈ ടു ഡ്രോ ഔട്ട് ആസ് മെനി ഓഫ് ദീസ് ആസ് പോസിബിൾ. എന്നിട്ട് ആ ഓരോ പ്രശ്നത്തിൻ്റെയും നമുക്ക് അതിന്ന് ആരാണെന്നുള്ളത് അതിൽ വരാവുന്ന കാരണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതുക. അതാണ് രണ്ടാമത്തെ. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. ഡ്രോ ദ ലൈൻ ഓഫ് സ്പൈൻ ഓഫ് ദ ഡയഗ്രാം ഫോർ ഈച്ച് ഫാക്ടർ, ലേബൽ ഈച്ച് ലൈൻ. ഓരോ ലൈനിലും ലേബൽ ചെയ്തിട്ട് ഫാക്ടർ എഴുതുക. മാനേജർക്ക് അപ്പോൾ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും സൈറ്റോ ടാസ്കോ പീപ്പിളോ എക്യുപ്മെൻറ്റോ കൺട്രോളോ എന്താണ് ആ ഒരു പ്രോബ്ലത്തിന് കാരണം മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന ഐഡൻറ്റിഫൈ പോസിബിൾ കോസസ്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ ഓരോ ഫാക്ടറും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോം പോസിബിൾ കോസസ് ഓഫ് ദ പ്രോബ്ലം ദാറ്റ് മേ ബി റിലേറ്റഡ് ടു ദ ഫാക്ടർ. പിന്നെ നമ്മൾ നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്, പിന്നെ റീസൺ എന്താണെന്നുള്ള. ഷോ ദീസ് പോസിബിൾ കോസസ് ആസ് ഷോർട്ടർ ലൈൻസ് കമ്മിങ് ഓഫ് ദ ബോൺസ് ഓഫ് ദ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ആ ഡയഗ്രത്തിൽ തന്നെ ഒരു ബോണ് പോലെ അല്ലെങ്കിൽ എല്ലുകൾ പോലെ നമ്മൾ വരച്ചെടുക്കുന്ന അതിൻ്റെ പോസിബിൾ കോസസ് ആണ്. where a cause is large or complex, then it may be best to break it down into sub causes. വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഏറ്റവും ചെറിയ കാരണങ്ങളായിട്ട് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്നിട്ട് ഈ ഓരോ ലൈൻസും കമ്മിങ് ഓഫ് ഈച്ച് കോസ് ലൈൻ, ഓരോന്നും ആ ഓരോ കോസ് ലൈൻ ആയിരിക്കണം വരേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പിൽ അനലൈസ് ദ ഡയഗ്രാം. ഈ ഒരു സ്റ്റേജിൽ ആ ഡയഗ്രാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ എല്ലാ പോസിബിൾ കോസും അവിടെ കാണിക്കുന്നുണ്ട്.
ആ കോംപ്ലക്സിറ്റീനെ അനുസരിച്ച് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം അതിൻ്റെ മോസ്റ്റ് ലൈക്ലി കോസസ് എന്താണെന്നുള്ളതും. അങ്ങനെ വരുമ്പം ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു, സർവേ കണ്ടക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. This will be designed to test which of the problem causes is actually contributing the problem. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് നമ്മൾ ആക്ച്വലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 4 സ്റ്റെപ്പിലൂടെയാണ് ഇഷിക്കാവ ഡയഗ്രാം കടന്നതിൽ. 1 പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, 2 വർക്കൗട്ട് ചെയ്യുക മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, 3 പോസിബിൾ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം, 4 പോയിന്റിൽ ഡയഗ്രത്തിനെ അനലൈസ് ചെയ്യാം. ഇനി ഈ ഒരു ഇഷിക്കാവ ഡയഗ്രാം കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും കൺസ്ട്രക്റ്റിംഗ് എ ഫിഷ് ബോൺ ഡയഗ്രാം ഈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഈസി ടു ലേൺ. എളുപ്പത്തിൽ നമുക്കത് നിർമ്മിക്കാനും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നു. ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ടൂളാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽ ടൂളാണിത്. ഈ ഒരു വർക്ക് ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിഷ് ബോൺ ഡയഗ്രാം പ്രൊവൈഡ്സ് ആൻ എഡ്യൂക്കേഷൻ ടു ദ ഹോൾ ടീം. നമ്മളിങ്ങനെ കൃത്യമായി വരച്ച് കാണിക്കുമ്പോൾ ഒരു ഹോൾ ടീമിന് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു. ഇഷിക്കാവ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസും അതേപോലെ തന്നെ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും ആ ഒരു ഡിസ്കഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളും അതിലേക്ക് ഫോക്കസ് ചെയ്യാനും കറണ്ട് ഇഷ്യൂവിലേക്ക് ഫോക്കസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. സിസ്റ്റം തിങ്കിങ് ത്രൂ വിഷ്വൽ ലിങ്കേജ് എന്നാണ് ശരിക്കും പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ആ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പ്രോബ്ലംസിനെ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക, അതിനുള്ളൊരു ലിങ്കേജ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് പ്രയോറിറ്റൈസ് ഫർദർ അനാലിസിസ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്. കൂടാതെ ഇങ്ങനെ ഡയഗ്രാം വരച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഫർദറായിട്ട് അനലൈസ് ചെയ്യാൻ ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണന കിട്ടുന്നു, കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാനും സാധിക്കുന്നു. ഇനി ഈ ഫിഷ് ബോൺ ഡയഗ്രത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണല്ലോ പറയാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിഷ് ബോൺ ഡയഗ്രാം ഡസ് നോട്ട് സിംഗിൾ ഔട്ട് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ബിക്കോസ് ഓൾ കോസസ് ലുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിൽ നമ്മൾ എന്താ പറയുന്നത്, ഉണ്ടാവുന്ന റീസൺ എല്ലാം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും അതിൻ്റെ മേജർ ഏതാ അല്ലെങ്കിൽ റൂട്ട് കോസ് ഏതാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എല്ലാം തുല്യ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് തോന്നാം. എഫേർട്ട് ക്യാൻ ബി വേസ്റ്റഡ് ഓൺ ഐഡൻറ്റിഫൈങ് കോസസ് ദാറ്റ് ഹാവ് ലിറ്റിൽ ഇഫക്റ്റ് ഓൺ ദ പ്രോബ്ലം. എല്ലാ പ്രോബ്ലവും എഴുതുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സമയവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഫേർട്ടൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇതിൽ എല്ലാറ്റിനും നമ്മൾ പരിഗണിച്ച് വരുമ്പോഴാണല്ലോ മേജർ ഏതാണെന്ന് അറിയാൻ പറ്റുക. ഫിഷ് ബോൺ ഡയഗ്രാം എപ്പോഴും ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. എവിഡൻസിനെക്കാട്ടിലും പ്രാധാന്യം ഒപ്പീനിയനാണ് കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ഡെമോക്രാറ്റിക്കലി സെലക്ട് ചെയ്യണം കോസ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തോ അതാണ് അതിൻ്റെ കാരണമായി പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ആയിക്കോളുന്നില്ല, അതൊരു ഇഫക്റ്റീവ് പ്രോസസ്സ് അല്ല. ഡിസ്കഷൻ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താവും, ഇൻകറക്റ്റ് റിസൾട്ടിലേക്ക് പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിഷ് ബോൺ ഡയഗ്രത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് ഇഷിക്കാവ ഡയഗ്രാം എന്താണ് എന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റും ലിമിറ്റേഷനും. ഇനി 4ാമത്തെ അനാലിസിസ് ടൂളാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം നിങ്ങളെല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട് ഡാറ്റേനെ, അതായത് ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന് ചോദിച്ചാൽ അതൊരു ഗ്രാഫാണ്. അത് ഫ്രീക്വൻസീനെ റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു. ഐറ്റം ഫോളിങ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എ ഗിവൺ പോപ്പുലേഷൻ ഓർ സാമ്പിൾ. ഇറ്റ് ലുക്സ് സിമിലർ ടു എ ബാർ ഗ്രാഫ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇതാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ ചിത്രം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ് ബാറുകളായിട്ടല്ല നിൽക്കുന്നത്, എല്ലാം ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തുകൊണ്ടാണ് വരയ്ക്കുന്നത്. ഈച്ച് ഗ്രൂപ്പ് ഹാസ് എ കറസ്പോണ്ടിങ് ബാർ റെപ്രസെൻറ്റിങ് ഇൻ ഗ്രാഫ്. ഓരോ ഗ്രൂപ്പിനനുസരിച്ചും ഒരു ബാർ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ 4-6 പോയിന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെൻസ്, കളറ്, ഫിനിഷ്, ക്രഷർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ കളർ കൊടുത്തുകൊണ്ട് ഇവിടെ ഓരോ ബാറുകളായിട്ട്, എന്നാൽ അത് സെപ്പറേറ്റ് ആയി നിൽക്കാതെ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാം പ്രധാനമായിട്ടും എന്താണ് കാണിക്കുന്നത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഏകദേശം നോക്കുമ്പോൾ ബാർ ചാർട്ട് പോലെ തന്നെ തോന്നുക. ഈ ഒരു ചാർട്ട് ഓരോ ഡാറ്റേനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ന്യൂമറിക്കലായിട്ടും വേരിയബിളായിട്ടും കണ്ടിന്യൂസ് ഡാറ്റയൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ചാർട്ട് ഓർഗനൈസ് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും ഡാറ്റയുടെ ബേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡാറ്റ എങ്ങനെയാണോ കിട്ടുന്നത് അതിൻ്റെ പിക്ടോറിയൽ ഫോർമാറ്റാണ്.
നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഡാറ്റേനെ പിക്ചർ രൂപത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇതുവഴി സിമ്പിളായിട്ടും ഗ്രാഫിക്കൽ വ്യൂ ഓഫ് അക്യുമുലേറ്റഡ് ഡാറ്റയും അതുപോലെ ഡിസ്പേർഷനും സെൻട്രൽ ടെൻഡൻസിയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ചാർട്ടിൽ പാറ്റേൺ നമുക്ക് കറക്റ്റായിട്ട് ദാറ്റ് ഫോൾ വിതിൻ എ ടിപ്പിക്കൽ പ്രോസസ് കണ്ടീഷൻ കൃത്യമായിട്ട് പാറ്റേൺ അറിയാൻ പറ്റുക. പ്രോസസ്സിൽ വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ന്യൂ കളക്ഷൻ ഓഫ് ഡാറ്റ ജനറേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഹിസ്റ്റോഗ്രാം പെർട്ടിക്കുലർലി യൂസ്ഫുൾ ആയിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള കോസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കുക. ഹിസ്റ്റോഗ്രാം വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ ആയിരിക്കും. ക്ലിയർ ആയിട്ട് ഓരോന്നും എത്ര ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് മെഷറബിൾ ആണ്, കൺസൈസ് ആയിരിക്കും. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് എ സാമ്പിൾ ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഗ്രൂപ്പും അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഏരിയ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ട ഏതാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താണ് ഒരു ഹിസ്റ്റോഗ്രാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എപ്പോഴും യൂസ് ചെയ്യുന്നത് കാറ്റഗറൈസേഷൻ, ഒരു കണ്ടിന്യൂസ് ഡാറ്റേനെ കാറ്റഗറൈസ് ചെയ്യാനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഗ്യാപ്പും ഓരോ ബാറുകൾ തമ്മിൽ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. സിഗ്നിഫൈ ദാറ്റ് ദ ഡാറ്റ ഈസ് കണ്ടിന്യൂസ്. എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് കൊടുക്കാത്തത്? ആ ഒരു ഡാറ്റ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഓരോ ഗ്രൂപ്പിൻ്റെയും അതിൻ്റെ വീതി എന്ന് പറയുന്നത് തുല്യമായിരിക്കും, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈസിലോ ഷേപ്പിലോ അല്ലാതെ കിട്ടുക. ഇതൊക്കെയാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഇഷീക്കാവ ഡയഗ്രാം കഴിഞ്ഞു. 4ാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ആണ്. 5ാമത്തെ ടൂളാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടും ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ തന്നെ, ഒരു പ്രോസസ്സിനെ ഒരു പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് പ്രതിനിധീകരിക്കുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ലോജിക്കൽ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഓരോ എലമെൻസും ആ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത് കാണിക്കുന്നുണ്ടാവും. ആൻഡ് യൂസ് ചെയ്യുന്നത് ഡിറ്റർമിൻ ആൻഡ് അനലൈസ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഇൻ ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി പ്ലാനിങ്ങിലും ക്വാളിറ്റി കൺട്രോളിലും വരുന്ന പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യാനും ഡിറ്റർമിൻ ചെയ്യാനുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. അതിൻ്റെ സ്റ്റെപ്സ്, ആ പ്രോസസ്സിൽ എങ്ങനെ സ്റ്റെപ്സ് വരുന്നു ഒരു ഡയഗ്രാമായിട്ട്, ഗ്രാഫിക് സിമ്പിൾസും അതേപോലെ തന്നെ നേച്ചർ ആൻഡ് ഫ്ലോ ഓഫ് ദ സ്റ്റെപ്സ് ഇൻ എ പ്രോസസ്സ്. ഒരു പ്രോസസ്സിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബൈ ബ്രേക്കിംഗ് ദ പ്രോസസ് ഡൗൺ ഇൻ ടു ഇറ്റ്സ് വേരിയസ് സ്റ്റെപ്സ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്റ്റെപ്പുകളായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാനും പറ്റും. ഫ്ലോ ചാർട്ട്സ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഐഡൻറ്റിഫൈയിങ് വെയർ എറേഴ്സ് ആർ ലൈക്ലി ടു ബി ഫൗണ്ട് ഇൻ സിസ്റ്റം. ഇനി ഈ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് പ്രോബ്ലം പറ്റിയിരിക്കുന്നത്, പ്രശ്നം എവിടെയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു SPC സ്റ്റെപ്സ് ആണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗുഡ്സും സർവീസും ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. അതുപോലെ അതിന് സാമ്പിൾ എടുത്തു, ഇൻസ്പെക്ട് ചെയ്തു, ആ സാമ്പിളിനെ ഒരു കൺട്രോൾ ചാർട്ട് പ്രിപ്പയർ ചെയ്തു. ക്യാൻ വി അസൈൻ കോസസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ കോസ് ഉണ്ടോ. അപ്പോൾ 2 തരത്തിൽ ഉത്തരം വരാം. നോ എന്നാണെങ്കിൽ വീണ്ടും നമ്മൾ അതേ പ്രോസസ്സിലേക്ക് പോകുന്നു. യെസ് എന്നാണെങ്കിൽ ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഓരോ സീക്വൻസും ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇവിടെ വരച്ച് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ലോജിക്കൽ സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ലോജിക്കൽ സ്റ്റെപ്സ് ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടീമിന് എളുപ്പത്തിൽ അവരുടെ ക്വാളിറ്റി പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കാനും അതിന് പുതിയ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ഫ്ലോ ചാർട്ടിങ് ഓൾസോ ഹെൽപ്സ് ക്രിയേറ്റ്സ് എ പ്രോസസ് ദാറ്റ് ഈസ് റിപ്പീറ്റബിൾ. അതേപോലെ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് പോർഷനാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ പ്രോസസ്സ് അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദിസ് ടൂൾ ഈസ് ഹെൽപ്ഫുൾ ടു ഡിറ്റർമിൻ വേർ ദ ബോട്ടിൽ നെക്സ് ഓർ ബ്രേക്ക് ഡൗൺസ് ആർ ഇൻ വർക്ക് പ്രോസസ്സ്. ഈ ഒരു ടൂള് വളരെ ഹെൽപ്ഫുള്ളായിരിക്കുന്നത് എവിടെയാണ് നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യുന്നത്, എവിടെയാണ് ബ്രേക്ക് ഡൗൺ വന്നിരിക്കുന്നത് എന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സ്റ്റെപ്സ്, ഓരോ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സിലൂടെ നമുക്ക് ഒരു പിക്ചറായിട്ട് തന്നെ വാട്ട് ദ പ്രോസസ്സ്, എങ്ങനെയാണ് ആ പ്രോസസ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കി കാണാൻ പറ്റും, അതിൻ്റെ ഇഷ്യൂസ് എന്താണ് ആ പ്രോസസ്സിലുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഫ്ലോ ചാർട്ട്സ് കൂടാതെ അതിൽ വരുന്ന ചേഞ്ചസ്, ആ പ്രോസസ്സിൽ വന്ന മാറ്റത്തിനെയും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതെങ്ങനെയും അത് കൊടുത്തതിന് ശേഷമുള്ള മാറ്റങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. 6ാമത്തെ പോയിൻ്റാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രാം 2 വേരിയബിൾസ്, സ്കാറ്റർ ഡയഗ്രാംസ് പ്ലോട്ട് 2 വേരിയബിൾസ്, 2 തരത്തിലുള്ള വേരിയബിൾസിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്.
ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും. അതും ഗ്രാഫിക്കലി ആ റിലേഷൻ, ആ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷനെ കാണിക്കാനാണ് സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ ഡയഗ്രാം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കാണിക്കുന്നു, വൈ ആക്സിസിൽ അടുത്ത ഒരു വേരിയബിളിനെ അവിടെ കാണിക്കുന്നു, അതായത് ഡിപെൻഡൻറ്റ് വേരിയബിളിനെ കാണിക്കണം. സ്കാറ്റർ ഡയഗ്രാം യൂസ് ടു ഡിറ്റർമിൻ ഇഫ് ദ റിലേഷൻഷിപ്പ് ഓർ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. സ്കാറ്റർ ഡയഗ്രാം പ്രധാനമായിട്ട് കാണിക്കുന്നത് എന്താണ്, നമ്മൾക്ക് തന്നിരിക്കുന്ന രണ്ട് വേരിയബിൾ തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഇത് പൂർണ്ണമായിട്ടും ഡിസ്പ്ലേ ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് ടു വൺ വേരിയബിൾ വെൻ അനദർ വേരിയബിൾ ചേഞ്ചസ് ഇൻ ഓർഡർ ടു ടെസ്റ്റ് തിയറി ദാറ്റ് ടു വേരിയബിൾസ് ആർ റിലേറ്റഡ്. നമ്മൾ പഠിക്കുന്ന തിയറിയിൽ എന്താണ്, രണ്ട് വേരിയബിൾസ് എപ്പോഴും റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ മാറ്റം തീർച്ചയായിട്ടും മറ്റൊരു വേരിയബിളിലും കാണുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്കാറ്റർ ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഒരു റിലേഷൻഷിപ്പും ഇല്ലേ ആ വേരിയബിൾ തമ്മിൽ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പിക്ചറിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആസ് ആൻ എക്സാമ്പിൾ, എ സ്കാറ്റർ ഡയഗ്രാം മൈറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൗ സാറ്റിസ്ഫൈഡ് വോളണ്ടിയേഴ്സ് ആർ ദ അറ്റൻഡ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. എത്രത്തോളം ആളുകളാണ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അതിൽ വോളണ്ടറിലി സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. സച്ച് എ ഡയഗ്രാം ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളണ്ടിയർ സാറ്റിസ്ഫാക്ഷൻ സ്കോഴ്സും വോളണ്ടിയർ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങും. ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന രണ്ട് വേരിയബിൾ എന്താണ്, ഒന്ന് വോളണ്ടിയർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ തന്നിട്ടുണ്ട്, വോളണ്ടിയർ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു സ്കാറ്റർ ഡയഗ്രാം ആയിട്ട് ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും. പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ആ രണ്ട് വേരിയബിൾ ഒരേ ലെവലിലേക്ക് മൂവ് ചെയ്യാം, അതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുകളിൽ നിന്ന് താഴേക്കാണ് കാണിക്കുന്നത്. ഒരു കോറിലേഷനും ആ രണ്ട് വേരിയബിൾ തമ്മിലില്ലെങ്കിൽ നമുക്കത് എന്താണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. അവിടെ ആയിട്ട് ഇതിങ്ങനെ പരന്ന് കിടക്കുക, ചെതറി കിടക്കുന്ന പോലെ. ഇതിന് നമുക്ക് ഒരു രൂപവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പല ഭാഗത്തായി കിടക്കുക. അതാണ് സ്കാറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, എടുത്ത രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നു. പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും താഴേന്ന് മുകളിലേക്ക് പോവും, നെഗറ്റീവ് ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരേപോലെ വരുന്നു. ഇനി ഈ ഒരു ഡയഗ്രാം ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിന് ടൈറ്റ്നസ്, ക്ലോസർ ദ ക്ലസ്റ്റർ ഈസ് ടു ഡയഗണൽ ലൈൻ ത്രൂ ദ ഗ്രാഫ് മോർ ദ 2. അപ്പോൾ ഇത് ആ ഒരു ഗ്രാഫിലേക്കാട്ടിലും അതിൻ്റെ ആ ഒരു എത്രത്തോളം ഓരോ ക്ലസ്റ്ററുകൾ ക്ലോസർ ആണ് ഡയഗണൽ ലൈനുമായിട്ട് എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ആ ടൈറ്റ്നസ് നമുക്ക് അറിയാൻ പറ്റും, ഡയറക്ഷനും അറിയാൻ പറ്റും. കോറിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റതും അതേപോലെ കൂടിയിട്ട് പോസിറ്റീവ് സ്ലോപ്പ്, അതായത് ലോവർ ടു അപ്പർ റൈറ്റിലേക്ക് പോകും. തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ച് മുകളിൽ നിന്ന് താഴേക്ക്. ഇനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്രീസസ് അതർ ഡിക്രീസസ്, ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയണു. ആൻഡ് ദ ലൈൻ വിൽ ഹാവ് നെഗറ്റീവ് സ്ലോപ്പ്, അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് സ്ലോപ്പാണ് ഉണ്ടായിരിക്കുക. ഏഴാമത്തെ ടൂളാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫിക്കേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് ടൂളാണ്. അത് ഡാറ്റേനെ സോർട്ട് ചെയ്യാനും അതിൻ്റെ ഒബ്ജക്റ്റ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പീപ്പിൾ ഇൻ ടു സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. സെപ്പറേറ്റിംഗ് ഡാറ്റ യൂസിങ് സ്ട്രാറ്റിഫിക്കേഷൻ ക്യാൻ ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് ഇറ്റ്സ് മീനിങ്. കൃത്യമായിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റേനെ സെപ്പറേറ്റ് ചെയ്യുക, ഓരോ സ്ട്രാറ്റകളായിട്ട് തരംതിരിക്കാൻ, അതിൻ്റെ മീനിങ്ങിനനുസരിച്ച് അതിൻ്റെ പാറ്റേൺ റിവീൽ ചെയ്യുക. നോട്ട് അതർവൈസ് ബി വിസിബിൾ, ഇവിടെ നമുക്കത് വിസിബിൾ ആയിട്ടുള്ള വെൻ ഇറ്റ് ഹാസ് ബീൻ പുട്ട് ടുഗെദർ. ഇൻ കേസ് ഓഫ് എക്യുപ്മെൻറ്റോ പ്രൊഡക്റ്റോ ഷിഫ്റ്റോ മെറ്റീരിയലോ ഓർ ഈവൻ ഡേയ്സ് ഓഫ് ദ വീക്ക് വരയ്ക്ക് സ്ട്രാറ്റിഫിക്കേഷൻ അനാലിസിസ് ഒരു സെൻസ് ടു ഡാറ്റ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് കളക്ഷൻ. അതായത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന മുന്നേ എന്താണ്, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്, ആൻഡ് ആഫ്റ്റർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിവൈഡിങ് ഡാറ്റ ഇൻ ടു സബ് കാറ്റഗറീസ്. അപ്പോൾ സ്ട്രാറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റേനെ സബ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതിൻ്റെ ബേസിൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ്റെ ബേസിൽ, ഗ്രൂപ്പിൻ്റെ ബേസിൽ, ക്ലാസ്സിൻ്റെ ബേസിൽ, ഏതെങ്കിലും ലെവലിൻ്റെ ബേസിലൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ആ നിലവിലുള്ള പ്രോബ്ലത്തിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന തരത്തിൽ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് മാറ്റാം. ഇറ്റ് ഈസ് എ ടെക്നിക്ക് ദാറ്റ് സെപ്പറേറ്റ് ഡാറ്റ ഗ്യാതേർഡ് ഫ്രം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. പല സോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പാറ്റേൺസും നമുക്കവിടെ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആക്ട് ഓഫ് സോർട്ടിങ്. അത് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, കാരണം അവിടെ സോർട്ട് ചെയ്യുന്നുണ്ട് ഡാറ്റയായിട്ടും പീപ്പിളായിട്ടും അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ പല ഗ്രൂപ്പുകളോ ലെയേഴ്സോ ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്.
സോ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ട വിത്ത് അതർ ഡാറ്റ അനാലിസിസ് ടൂൾ, മറ്റുള്ള ഡാറ്റ അനാലിസിസ് ടൂളുകളുമായിട്ട് കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാനാണ്. വെൻ ഡാറ്റ ഫ്രം വെറൈറ്റി ഓഫ് സോഴ്സസ് ഓർ കാറ്റഗറീസ് ഹാവ് ബീൻ ലംപ്ഡ് ടുഗെദർ, പലതരത്തിലുള്ള വിവരങ്ങളും പല തരത്തിലുള്ള കാറ്റഗറികളും ഒക്കെ ആണെങ്കിൽ അതെല്ലാം കൂടി ഒന്നിച്ച് ചേർക്കുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല, അതിനൊരു ഡിഫിക്കൾട്ടായിരിക്കും അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത ടെക്നിക്സ് സെപ്പറേറ്റ് ചെയ്യണം ഡാറ്റേനെ. ദ പാറ്റേൺസ് ക്യാൻ ബി സീൻ ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് വൺ ഓഫ് ദ 7 ബേസിക് ക്വാളിറ്റി ടൂൾസ്. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ അതിൽ നിന്ന് തന്നെ അതിനോട് സാമ്യമുള്ളതിനെ ഒരു ഗ്രൂപ്പാക്കി ഒക്കെ മാറ്റി ഒരു പാറ്റേൺ ആക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് 7 ബേസിക് ക്വാളിറ്റി ടൂളിൻ്റെ ഒന്നായിട്ട് ഇതിനെയും കൂടി പരിഗണിക്കാൻ കാരണം. എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് ഡിറ്റക്റ്റിംഗ് എറർ അറ്റ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മോർ യൂണിഫോം ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ഒരേപോലെ ക്വാളിറ്റി നമുക്ക് ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുക. പിന്നെ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇൻസ്പെക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് തവണ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല, അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ സേവ് ചെയ്യാൻ പറ്റുക. പിന്നെ അറ്റൈനബിൾ സ്പെസിഫിക്കേഷൻസിൻ്റെ ബേസിസ് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എത്ര ലെവൽ വരെ ചെയ്യാം, അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് അത് ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ബോട്ടിൽ നെക്സും ട്രബിൾ സ്പോട്ട്സും എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്, പ്രശ്നബാധിതം എവിടെയാണ് എന്നൊക്കെ എളുപ്പത്തിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് ഡിറ്റർമിനിങ് ദ കാപ്പബിലിറ്റി ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ക്വാളിറ്റി കൺട്രോൾ. അതുവഴി നമുക്ക് ക്വാളിറ്റി കൺട്രോളിനെ അപ്രീസിയേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവായിട്ടും അതേപോലെ തന്നെ നമ്മളതിൻ്റെ മെത്തേഡ്സും ചാർട്ടുകളും ആക്സെപ്റ്റൻസും എല്ലാം നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 7 ടൂൾസ് എന്തൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യണം, ക്വാളിറ്റി പ്ലാനിങ്ങും കൺട്രോൾ എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 5 പോയിന്റുകളും അതിൻ്റെ ചിലതിലൊക്കെ അതിൻ്റെ സ്റ്റെപ്സും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ 2 മാർക്സിനായിട്ട് ഓരോ പോയിന്റുകളും നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ ബെനിഫിറ്റും ലിമിറ്റേഷനും ചോദിക്കാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇപ്പോൾ എടുത്ത 5 പോയിന്റും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് വീഡിയോസ് മാക്സിമം നന്നായിട്ട് മനസ്സിലാവുകയാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്